ട്രേഡേഴ്സ് നമ്മുടെ മുന്നിലത്തെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ നമ്മളുടെ ട്രേഡും ലോജിക്കും ഇന്ന് എനിക്ക് ഉണ്ടായ ഒരു ഇതും കൂടെ അത് നിങ്ങൾക്കും കൂടെ അല്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും കൂടെ അതൊരു വളരെ വലിയൊരു ലെസണാണ്. അപ്പം നമ്മളുടെ ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് ഒന്ന് പറഞ്ഞുതരാം. ഈ ഇത്രയും ഒരു വലിയ റെഡിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ക്യാൻഡിൽ നമ്മുടെ ക്യാൻഡിലാണ് 940 ക്യാൻഡിൽ. ഇത് ഫോം ചെയ്തപ്പോഴത്തേക്കും നമ്മളുടെ ഫിബോയെ പ്ലോട്ട് ചെയ്തു. 0.6 ലൈൻ ഡ്രോ ചെയ്ത് വെച്ച് ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. 0.6 ലൈൻ ഡ്രോ ചെയ്ത് വെച്ചു. മാർക്കറ്റ് ഇത്രയും താഴത്ത് പോയിട്ടാണ് ക്ലോസ് ചെയ്തത്. എന്നിട്ടും ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു മാർക്കറ്റ് നമ്മുടെ ലൈനിൽ വന്ന് റിജക്ഷൻ എടുക്കട്ടെ അല്ലെങ്കിൽ ടച്ച് ചെയ്യട്ടെ എന്നോർത്ത് നമ്മൾ ഇവിടെ വന്ന് റിജക്ഷൻ മാർക്കറ്റ് എടുത്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ട്രേഡിൽ എൻ്റർ ചെയ്തു. നിങ്ങൾ കണ്ടതാണ്. ട്രേഡിൽ ആദ്യം നല്ല രീതിയിൽ ഒരു 2000+ എനിക്ക് തോന്നുന്നു ഒരു 3000 അടുപ്പിച്ച് വരെ പ്രോഫിറ്റ് കാണിച്ചു. അപ്പം ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കോൾ വന്നപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡായി. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. പുള്ളിക്കാരനായിട്ട് ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കോളായിരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് സ്ക്രീനിൻ്റെ മുന്നിൽ നിന്ന് എണീറ്റ് മാറേണ്ടി വന്നു. അപ്പോൾ ഞാൻ കോൾ കട്ട് ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേക്കും ഈ ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റോപ്പ് ലോസ്. നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വച്ചിരുന്നെങ്കിൽ ഒരു 78 പോയിൻറ്റ്സിൻ്റെ സ്റ്റോപ്പ് ലോസ് എങ്കിൽ ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ഒരു അപ്സൈഡ് മൊമെൻറ്റമേ കണ്ടുള്ളൂ. ഇത്രയല്ലേ പോയുള്ളൂ എന്ന് വിചാരിക്കും. പക്ഷേ നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണും. ഒരു 3 ഇരട്ടി നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സ്റ്റോപ്പ് ലോസിൻ്റെ ഇവിടെ 78 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 5000 4000 സംതിങ്ങിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് ഞാൻ വരുമ്പോഴത്തേക്കും മാർക്കറ്റ് ഇവിടുന്ന് ക്രോസ് ഇത്രയും വലിയൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞിരുന്നു. ഞാൻ സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടില്ലായിരുന്നു. സ്റ്റോപ്പ് ലോസ് കൊടുത്തിരുന്നെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിൽ ഇറങ്ങിയേനെ. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ക്ലോസ് കിട്ടി കഴിഞ്ഞപ്പോൾ പിന്നെന്താ മാർക്കറ്റ് ചെയ്യണമെന്ന് നോക്കിയപ്പോഴത്തേക്കും അപ്പോഴും ഞാൻ എക്സിറ്റ് ചെയ്തില്ല മാർക്കറ്റിൽ നിന്ന്. മാർക്കറ്റ് ഇത്രയും മേളിൽ പോയി. അപ്പോൾ ഞാനോടത്ത് ജസ്റ്റ് ഇതിൻ്റെ മേളിൽ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ വലിയ അത്യാവശ്യം നല്ല ഒരു ബിഗ് ലോസ് ആയിരുന്നു അവിടെ കാണിച്ചുകൊണ്ടിരുന്നത്. ഒരു 15,000-ൻ്റെയോ 13,000-ൻ്റെ സംതിങ് ലോസാണ് നമ്മളെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഈ എല്ലാ ദിവസവും 4,000 5,000 ബുക്ക് ചെയ്തിട്ട് വീക്ക്ലി വൺസ് 15,000-ൻ്റെ ലോസ് ബെയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല. പിന്നെ നമ്മൾ ബാക്കിയുള്ള ദിവസം മൊത്തം നമ്മൾ ഇതിനു വേണ്ടി പണിയെടുത്തത് വെറുതെ ആയിപ്പോൾ. സോ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരിക്കലും വെയിറ്റ് ചെയ്ത്. ഇതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റോപ്പ് ലോസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇതിപ്പം തിരിച്ച് എന്നിട്ട് ഇവിടുന്ന് മാർക്കറ്റ് തിരിച്ച് വന്നു, നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്തു, നമ്മുടെ ടാർഗറ്റ് തന്നു, നമ്മൾ 4,000 റുപ്പീസ് ബുക്ക് ചെയ്തു. അതൊരു ഗാംബ്ലിംഗ് ആയിരുന്നു. വളരെ നമുക്കതിനൊരു ട്രേഡർ എന്ന രീതിയിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് നമുക്കിന്നൊരു എന്താ പറയുക, ഒരു ഗോഡ് ഗ്രേസ് അല്ലെങ്കിൽ ഒരു ലക്ക് ഉണ്ടായിരുന്ന കൊണ്ട് മാത്രം നമുക്കിന്ന് മാർക്കറ്റ് ഇങ്ങനെ താഴത്തോട്ട് വന്നാൽ. ഇനിയിപ്പോൾ ബൈ ചാൻസ് ഇവിടെ നിന്നും ഇത് താഴത്തോട്ട് വരാത്തതാ ഈ കാണുന്ന ഈ മൊമെൻറ്റമാണ് ഇവിടുന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ എവിടെ എക്സിറ്റ് ചെയ്തേനെ. അപ്പോൾ നമ്മൾ വലിയ ലോസ് ബെയർ ചെയ്യേണ്ടി വന്നേനെ. നമുക്ക് ഇവിടുന്ന് എത്ര കൺവിക്ഷൻ ഉണ്ടെങ്കിലും നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക, ഇറങ്ങുക. പിന്നെ എപ്പോൾ എൻ്റർ ചെയ്യണം? മാർക്കറ്റ് ഇവിടെ വന്ന് നമ്മുടെ ലൈനെ വീണ്ടും ബ്രേക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പിന്നെ എൻ്റർ ചെയ്യുക. അപ്പോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടാർഗറ്റ് പിടിക്കുക. അപ്പോൾ ഓവറോൾ നമ്മൾക്ക് ഗ്രീനിൽ എപ്പോഴും നിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രോഫിറ്റ് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. 1000 1000, 500 500, 200 200 എത്രയാണോ ഗ്രീനിൽ അവസാനിപ്പിച്ച് നിർത്താൻ ട്രേഡുകൾ ശ്രമിക്കുക. സോ ഇതൊരു വലിയ ലെസണാണ് എനിക്കും നിങ്ങൾക്കും. നമ്മൾ ട്രേഡ് എടുത്തിട്ട് വളരെ കെയർലെസ് ആയിട്ട് നമ്മൾ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നോ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സ്റ്റോപ്പ് ലോസ് കൊടുക്കണമായിരുന്നു. പക്ഷേ ഞാൻ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ആ കോള് കണ്ടപ്പോൾ എനിക്ക് എടുക്കാതിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് അപ്പോഴത്തേക്കും ഇത്രയും വലിയ മൊമെൻറ്റം. അപ്പം ഞാൻ ചിലപ്പം ഈ ഒരു ക്യാൻഡിലിന് പകരം ഈ 2 ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്തിരുന്നെങ്കിൽ കഴിഞ്ഞില്ലേ, എത്ര നമ്മുടെ ക്യാപിറ്റലിൻ്റെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരും. സോ എപ്പോഴും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഇടുക, ആ സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഇറങ്ങുക. വീണ്ടും നമ്മുടെ ലൈനെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ പ്ലേസിൽ മാർക്കറ്റ് എൻട്രി പോയിന്റിൽ വരുന്നുണ്ടോ, അപ്പോൾ വീണ്ടും എൻ്റർ ചെയ്യുക, ടാർഗറ്റ് ഹിറ്റ് ചെയ്യിക്കുക, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസിനെ ട്രെയിൽ ചെയ്ത് വയ്ക്കുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇന്നിപ്പം നിങ്ങൾ ലൈവിൽ കണ്ടതാണ് സ്റ്റോപ്പ് ലോസിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ട്രേഡ് എടുത്താൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ചിലപ്പോൾ മാനുവലി നമുക്ക് ചിലപ്പോൾ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ സ്റ്റോപ്പ് ലോസ് ഇട്ടേക്കും. ടാർഗറ്റ് ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, ടാർഗറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് നോ ഇഷ്യൂ. നമ്മൾ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് വളരെ ഒരു ലക്കുള്ളൊരു ട്രേഡാണ്. ലക്കുള്ളതുകൊണ്ട് മാത്രം നമ്മളൊരു 4000-ൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്താണ്. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ബൈ.